ഗൾഫ് രാജ്യത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള സുഹൃത്തുക്കളാ, നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ സഹോദരന്മാരാ. പല മിസൈലുകളൊക്കെ ദുബായ് അടക്കമുള്ള സ്ഥലത്ത് വീണിട്ട് പോലും നമ്മളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ത്യയിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം നിങ്ങൾ സുരക്ഷിതരാണ്, ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിരിക്കൂ, നിങ്ങൾക്ക് വിലകയറ്റം ബാധിക്കില്ല, നിങ്ങളുടെ അവശ്യ സാധനങ്ങൾക്ക് 1 രൂപ പോലും വില കയറ്റില്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന പ്രധാനമന്ത്രി പോലും നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത രാജ്യമാണ്. മന്ത്രിമാരില്ല, നട്ടലുള്ള ഭരണകർത്താക്കന്മാരില്ല. അതായത് കൊറോണ കാലത്ത് ജനങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടത്, അതേപോലെ ഈ കാലത്ത്, ഈ യുദ്ധകാലത്ത് ഡ്രൈവർമാരടക്കം കഷ്ടപ്പെടും, നിങ്ങളെ കൊള്ളയടിക്കപ്പെടും. പല സ്ഥിതിയിലും ലോറി ഡ്രൈവർമാരെ കത്തിവെച്ച് വരെ ഭീഷണിപ്പെടുത്തി പണം കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് പല സ്ഥലത്തും ഇനി സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. വളരെയധികം സൂക്ഷിക്കുക. അതായത് കൊറോണ കാലത്ത് എങ്ങനെയാണോ മനുഷ്യന്മാരില്ലാതായത്, അതേപോലെ ലോറി പ്രസ്ഥാനം എന്നുള്ള സംഭവം ഇല്ലാതാവും എന്നുള്ളത് 100% ഉറപ്പ്. നമ്മുടെ ഇന്ധന വില കൂടിയപ്പോഴൊന്നും നമുക്ക് കുറവിന്റെ രീതിയിലേക്കുള്ള ഒരു ആനുകൂല്യം നമ്മൾ സർക്കാർ തന്നിട്ടില്ല. പക്ഷെ ഇനി കൂട്ടാൻ വേണ്ടി പോകുന്നത് എത്രയാണോ ആ കൂട്ടാൻ വേണ്ടി പോകുന്നത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലും അമേരിക്കയും പാടെ ഇറാനെ തടിക്കുമ്പോൾ അവിടെ കുറെ പോയിട്ട് കമന്റ് ഇട്ടിട്ട് തലയിൽ ചാണകവും കയറ്റി നടക്കുന്ന ചാണകവാദികളെ ഈ രാജ്യത്ത് വരാൻ പോകുന്ന ദാരിദ്ര്യം, അതായത് ഗ്യാസ്, ഈ CNG ഗ്യാസ് കിട്ടാണ്ട് വന്നതിന് ഓരോ കുടുംബങ്ങളും എങ്ങനെ അടുപ്പ് കത്തിക്കും, എങ്ങനെ ഭക്ഷണം വെച്ചുണ്ടാക്കും. ഈ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഡീസലിന്റെയോ പെട്രോളിന്റെയോ ഡീസലിന്റെ വില കൂടുകയാണ്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ലോറി പ്രസ്ഥാനത്തിന് ഡീസലാണ് ആവശ്യം. ഡീസലിന്റെ വില ഒരു 50 രൂപ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാ കിലോത്തിനും 5 രൂപ വെച്ചിട്ട് വില കയറ്റം വരും. 2020 കുറഞ്ഞ ഒരു ആനുകൂല്യം ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി ഈ യുദ്ധത്തിന്റെ കാരണം പറഞ്ഞ് 140 രൂപ, 150 രൂപ, 200 രൂപ ആക്കിയാലും ആശ്ചര്യപ്പെടാനില്ല. കാര്യം ആ 200 രൂപ തുടർന്നുകൊണ്ടിരിക്കും അടുത്ത യുദ്ധം വരെ, അല്ലെങ്കിൽ അടുത്ത ഒരു പ്രശ്നം വരെ. ഇതിൽ വരുന്ന നഷ്ടങ്ങൾ ഇതെല്ലാം വന്ന് ബാധിക്കുന്നത് സാധാരണ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഓരോ തൊഴിലാളികളുടെയും കുടുംബത്തിൽ പോയിട്ട് ഇത് ബാധിക്കും. ഇവിടെ വിലക്കയറ്റം വരും, ലോറികൾക്ക് വാടക വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് 10,000 ഉറുപ്പ്യ ഉള്ളവർക്ക് ഒരു 5,000 ഉറുപ്പ്യ ഒരു വാടക വർദ്ധിച്ചു കഴിഞ്ഞാൽ 15,000 ആയി കഴിഞ്ഞാൽ 1 കിലോത്തിന് 1.5 രൂപയുടെ വ്യത്യാസം വരും. ഇപ്പൊ നമ്മളുടെ എണ്ണക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളെ രാജ്യം എണ്ണക്ക് വേണ്ടിയിട്ട് റഷ്യയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചാണ്. അവിടെയാണ് ട്രംപിന്റെ സ്വാധീനം. അതായത് പക്ക പറയാണ്, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കന്മാര് വെള്ളക്കാരന്റെ ഷൂ നക്കി ജീവിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ന് തീരും, എന്ന് അവസാനിക്കുമെന്നൊന്നും ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലേക്ക് ഭീതിയിലാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഭീതിയിലാണ്. ചരക്ക് ഗതാഗതത്തെ വലിയ രീതിയിലേക്ക് ബാധിക്കും. അവശ്യ സാധനങ്ങളുടെ വില അമിതമായി കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇന്ധനങ്ങളുടെ വില വലിയ രീതിയിലേക്ക് കൂടുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് മുൻപ് കാലങ്ങളിൽ ഇന്ധനത്തിന് വില കുറഞ്ഞ സമയത്ത് ജനങ്ങൾക്ക് ആനുകൂല്യം ഒന്നും കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട വിഷയമല്ലേ റഹ്മാൻ? തീർച്ചയായിട്ടും. അല്ലെ, എന്താണ് പറയാ? $63 ക്രൂഡ് ഓയിലിന് വില വന്നപ്പോൾ നമ്മളെ രാജ്യത്ത് 2020 കൊറോണ വന്നപ്പോൾ വിലക്കയറ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡീസലിന്റെ വില നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു 107-108 രൂപ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ വില കയറിയത്. പിന്നെ ഇതുവരെയായിട്ട് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും നമ്മളുടെ രാജ്യത്ത് ഡീസലിന്റെയും പെട്രോളിന്റെയും 40 രൂപ വെച്ചിട്ട് കുറച്ചു. ഈ കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സംസ്ഥാനങ്ങളായിക്കോട്ടെ കേന്ദ്രങ്ങളായിക്കോട്ടെ വിലക്കയറ്റത്തിന് വേണ്ടിയിട്ട് യാതൊരു കാര്യവും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞു. നമ്മളെ രാജ്യത്തുള്ള എണ്ണയുടെ കരുതൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ പെട്രോളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 70 ദിവസത്തേക്കുള്ള പെട്രോള് അല്ലെങ്കിൽ ഇന്ധനം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നമ്മളെ രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഒരു 1.5 മാസം മുമ്പൊക്കെ റഷ്യയിൽ നിന്നാണ് നമ്മൾ എണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ എണ്ണ മേടിക്കുന്നത് അമേരിക്കൻ്റെ സ്വാധീനം കൊണ്ട് ആ എണ്ണ മേടിക്കൽ നിർത്തി അമേരിക്ക പറഞ്ഞ ഭാഗത്ത് നിന്ന് എണ്ണ മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇറാനും ഇസ്രായേലും പറഞ്ഞുള്ള യുദ്ധമൊക്കെ വന്നിട്ടുള്ളത്. ഈ യുദ്ധം ജനങ്ങളിലേക്ക് ബാധിക്കുന്നത് ചരക്ക് ഗതാഗതങ്ങളിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ചിട്ട് നമ്മളെ രാജ്യത്ത് സാധാരണക്കാരിലേക്ക് ഇതെങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി, അതായത് ഇവിടുത്തെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതും റിലയൻസ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ കേന്ദ്ര സർക്കാർ പറയുന്നത് 70 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ വിലക്കയറ്റം വരുമോ, എണ്ണക്ക് വില വർദ്ധിക്കുമോ എന്നുള്ളതിന് ഒരു അന്തിമ തീരുമാനം ഇതുവരെയായിട്ട് കേന്ദ്ര സർക്കാരിന് പെട്രോൾ മന്ത്രാലയത്തിന് പുറത്തു വിടാൻ പറ്റാത്തോടത്തോളം കാലം
ഒരു ലോറി ഡ്രൈവർ എന്ന നിലക്ക് നമ്മളെ രാജ്യത്തിന്റെ വികസനം, നമ്മളെ രാജ്യത്തിന്റെ പുരോഗതി എല്ലാം വിലയിരുത്തുന്ന ഒരു നിലക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിലക്കയറ്റാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആ വിലക്കയറ്റം തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ എന്തെങ്കിലും അർജന്റായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്ക് എല്ലാ ജനങ്ങളോടും കൂടി സംസ്ഥാന സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും സമ്മർദ്ദം ചെലുപ്പിക്കുക എന്നുള്ളതാണ് ഈ വാർത്തയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണാധികാരികൾ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു ഭരണാധികാരിയോട് പോലും പറയാത്തൊരവസ്ഥയാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. രാജ്യം ഭരിക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും ഇതിലേക്കല്ലേ ജനങ്ങള് കഷ്ടപ്പെടാൻ വേണ്ടി പോവുക എന്നുള്ളൊരു സൂചന. അതായത് നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിലേക്കുള്ള ഇവിടെ എങ്ങനെയാണ് വില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 2020 പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂട്ടിയ സ്ഥിതിക്ക് അതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാത്ത രീതിയിലേക്ക്, ജനങ്ങൾ കുറവിനനുസരിച്ച് ആനുകൂല്യം കൊടുക്കാത്ത രീതിയിലേക്ക് ഇപ്പോഴും ഭരിച്ചു. ഇനി ഈ യുദ്ധം വന്നിട്ട് 140 രൂപ 150 രൂപ പെട്രോൾ വരികയാണെങ്കിൽ ഇതേ വില തുടരും. ഇന്ത്യയിൽ എങ്ങനെ കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ 1 ലിറ്റർ പെട്രോളിന് 160 റുപ്യ 200 റുപ്യ റേഞ്ചിലാണ് പെട്രോൾ ഡീസൽ വിറ്റുകൊണ്ട്. അതേ ഒരു ഭാഗത്തേക്കാണ് നമ്മളുടെ രാജ്യം ഇന്ത്യ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ ഓരോ ആളുകളെയും എങ്ങനെ പിഴിയാമെന്ന് ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുക. 2020 കുറഞ്ഞ ഒരു ആനുകൂല്യം ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി ഈ യുദ്ധത്തിന്റെ കാരണം പറഞ്ഞ് 140 രൂപ 150 രൂപ 200 രൂപ ആക്കിയാലും ആശ്ചര്യപ്പെടാനില്ല. കാര്യം ആ 200 രൂപ തുടർന്നുകൊണ്ടിരിക്കും അടുത്ത യുദ്ധം വരെ, അല്ലെങ്കിൽ അടുത്ത ഒരു പ്രശ്നം വരെ, അല്ലെ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇനിയിപ്പോ ഇവിടെ വ്യാപാരികൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എക്സ്പോർട്ടിങ് നിന്നു. അതായത് ഇപ്പൊ GCC ഭാഗത്തേക്ക് പോകുന്ന എക്സ്പോർട്ടിങ് പറ്റ നിന്നു. കാരണം ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഷിപ്പുകൾ ഇനി പോകാനുള്ള യാതൊരു വഴിയും GCC ഭാഗത്തേക്കില്ല. ഈ GCC ഭാഗത്തേക്ക് എക്സ്പോർട്ടിങ് മുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. കാരണം തൊഴിൽ നഷ്ടപ്പെടുന്നതും ഇപ്പൊ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കപ്പലിൽ സ്റ്റോക്ക് കിടക്കാണ്, കരയിൽ കറക്കാൻ പറ്റാത്തത്, ഇതിൽ വരുന്ന നഷ്ടങ്ങൾ, ഇതെല്ലാം വന്ന് ബാധിക്കുന്നത് സാധാരണ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഓരോ തൊഴിലാളികളുടെയും കുടുംബത്തിൽ പോയിട്ട് ഇത് ബാധിക്കും. ഇതൊക്കെ മാറിയിരിക്കട്ടെ, ഞാൻ റഹ്മാനോട് ചോദിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില, ഈ ലോറി ഡ്രൈവർമാർ ഇപ്പൊ ടോളടക്കം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഡീസലിന്റെയോ പെട്രോളിന്റെയോ ഡീസലിന്റെ വില കൂടുകയാണ്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ലോറി പ്രസ്ഥാനത്തിന് ഡീസലാണ് ആവശ്യം. ഡീസലിന്റെ വില ഒരു 50 രൂപ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാ കിലോത്തിനും 5 രൂപ വെച്ചിട്ട് വിലക്കയറ്റം വരും. കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ 10,000 റുപ്യ വാടകയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഡീസലിന് ഇനി എത്ര കൂട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. കാരണം ഭരണകർത്താക്കളുടെ കയ്യിലാണ് നമ്മളുടെ എല്ലാ ജീവിതവും കയ്യിന്റെ ഉള്ളനടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇതിനൊരു ഡീസൽ വർധനവ് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ വേതനം വർദ്ധിക്കുന്നില്ല, വാഹനങ്ങളുടെ വാടക വർദ്ധിക്കും. ഈ വാടക വർദ്ധിക്കുമ്പോൾ വാഹന ഉടമസ്ഥനിക്ക് ഇത് കിട്ടുന്നില്ല. ഒരു തൊഴിലാളി, ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് പോലും ഇതൊന്നും ഒരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ വരാൻ പോകുന്ന അതിദാരിദ്ര്യവും അതിപട്ടിണിയിലേക്കും പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യത്തിക്ക് നമ്മളെ രാജ്യം എത്തിയിട്ട് ഇതുവരെയായിട്ട് നമ്മളെ രാജ്യം നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ എണ്ണക്ക് വേണ്ടിയിട്ട്, ഇപ്പം നമ്മളെ രാജ്യം എണ്ണക്ക് വേണ്ടിയിട്ട് റഷ്യയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചാണ്. അവിടെയാണ് ട്രംപിന്റെ സ്വാധീനം. അതായത് പക്ക പറയാണ്, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കന്മാർ വെള്ളക്കാരന്റെ ഷൂ നക്കി ജീവിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ അമേരിക്കയാണോ ഇല്ല, അമേരിക്കയാണ് നമ്മളെ രാജ്യത്തിന്റെ ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ രാജ്യത്തിന് എന്ത് റോളാണുള്ളത്? ഇല്ലെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രിയോ വ്യവസായ മന്ത്രിയോ പറയണം, രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇത്ര മാസം വരെ ഇവിടെ വിലക്കയറ്റം വരില്ല. ഇവിടെ വിലക്കയറ്റം വരില്ല, ലോറികൾക്ക് വാടക വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് 10,000 റുപ്യ ഉള്ളവർക്ക് ഒരു 5,000 റുപ്യ ഒരു വാടക വർദ്ധിച്ചു കഴിഞ്ഞാൽ 15,000 ആയിക്കഴിഞ്ഞാൽ ഒരു കിലോത്തിന് 1.5 രൂപയുടെ വ്യത്യാസം വരും. അതായത് 50 പൈസ കൂടും. ഈ 50 പൈസ കൂടുന്നത് വിഷയമില്ല. ഈ തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം, ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 800 ടു 1,200 1,500 റുപ്യ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഈ കൂലിയിൽ നിന്ന് വേതനം വർദ്ധിക്കാനുള്ള ചെലവ് നമ്മൾ വളരെ ഗൗരവപ്പെട്ടായിട്ട് കാണേണ്ടതായിട്ട്. ഇതിലും വലിയൊരു വിഷയമുണ്ട്.
അതായത് കൊറോണ കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾ കഷ്ടപ്പെട്ടത് അതേപോലെ ലോറി ഡ്രൈവർമാർ കഷ്ടപ്പെടാൻ തുടങ്ങും. അതാ ഞാൻ പറഞ്ഞത്. അതായത് പല സ്ഥലത്തും നിർത്തിയിട്ട വണ്ടിയിൽ നിന്ന് വരെ കൊള്ളകൾ കൂടും. കാര്യം അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങളെ കൊള്ളയടിക്കപ്പെടും. നിങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് യാത്ര ചെയ്യുന്ന അവസരം ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് ലോറി ഡ്രൈവർമാർ നോട്ട് ചെയ്ത് വെച്ചോളൂ. കൊറോണ കാലത്ത് ജനങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടത് അതേപോലെ ലോറി ഡ്രൈവർമാർ അടക്കം ചരക്ക് വാഹനങ്ങൾ അടക്കം കഷ്ടപ്പെടും, കൊള്ളയടിക്കപ്പെടും നിങ്ങൾ പല സ്ഥലത്ത് വെച്ചും. അത് ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാര്യം അത്ര രീതിയിലേക്കുള്ള ഭീതിയിലാണ് ഇനി നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. യുദ്ധം തുടരുകയാണെങ്കിൽ മാത്രം കേട്ടോ, ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ അവസാനിക്കരുത് എന്ന് കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് കൊറോണ കാലത്ത് ജനങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടത് അതേപോലെ ഈ കാലത്ത് ഈ യുദ്ധകാലത്ത് ഡ്രൈവർമാർ അടക്കം കഷ്ടപ്പെടും, നിങ്ങളെ കൊള്ളയടിക്കപ്പെടും. പല സ്ഥിതിയിലും ലോറി ഡ്രൈവർമാരെ കത്തിവെച്ച് വരെ ഭീഷണിപ്പെടുത്തി പണം കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് പല സ്ഥലത്തും ഇനി സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. വളരെയധികം സൂക്ഷിക്കുക ഡ്രൈവർമാർ. എന്റെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽ ആവാൻ വേണ്ടി പോകുന്ന സമയങ്ങൾ വളരെയധികം സൂക്ഷിക്കുക എന്ന് എനിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് നിങ്ങളുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഇത് മുൻവിധി കൊണ്ട് പറയുന്നതാണ്. അല്ലാതെ അതിലപ്പുറത്തേക്ക് നിങ്ങളെ മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ 100% കഷ്ടപ്പെടാൻ വേണ്ടി പോവാണ്. ഈ പ്രസ്ഥാനത്തിന്റെ അടിവേര് തോണ്ടാൻ വേണ്ടി പോവുകയാണ്. കാര്യം നിങ്ങൾക്ക് ഈ വാടക കൂട്ടി കിട്ടാത്തൊരു അവസ്ഥ, നിങ്ങൾക്ക് ഈ പെട്രോളോ നിങ്ങൾക്ക് ഈ ഡീസലിന് ഈ വില കൂടുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പ്രസ്ഥാനം പൂട്ടിയടക്കപ്പെടും എന്നുള്ളത് ഞാൻ പറയാം. അതായത് കൊറോണ കാലത്ത് എങ്ങനെയാണോ മനുഷ്യന്മാരില്ലാതായത് അതേപോലെ ലോറി പ്രസ്ഥാനം എന്നുള്ള സംഭവം ഇല്ലാതാവും എന്നുള്ളത് 100% ഉറപ്പ്. നോട്ട് ചെയ്തു വെച്ചോളൂ. ഞാൻ ബാബുവാണ് സംസാരിക്കുന്നത്. അതായത് അത്രയും രീതിയിലേക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ എന്നുള്ളത്. നമ്മുടെ ഇന്ധന വില കൂടിയപ്പോഴൊന്നും നമുക്ക് കുറവിന്റെ രീതിയിലേക്കുള്ള ഒരു ആനുകൂല്യം നമ്മൾ സർക്കാർ തന്നിട്ടില്ല. പക്ഷെ ഇനി കൂട്ടാൻ വേണ്ടി പോകുന്നത് എത്രയാണോ ആ കൂട്ടാൻ വേണ്ടി പോകുന്നത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ ഭീതിയിലായിട്ടും പല ആളുകളൊക്കെ ദുബായിലൊക്കെ ഗൾഫ് രാജ്യത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള സുഹൃത്തുക്കളാ, നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ സഹോദരന്മാരാ അവിടെ പോയിട്ട് പല രീതിയിലേക്കും പേടിച്ചു കഴിയുന്നത്. പല മിസൈലുകളൊക്കെ ദുബായ് അടക്കമുള്ള സ്ഥലത്ത് വീണിട്ട് പോലും നമ്മളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ത്യയിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം നിങ്ങൾ സുരക്ഷിതരാണ്, ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിരിക്കൂ, നിങ്ങൾക്ക് വിലക്കയറ്റം ബാധിക്കില്ല, നിങ്ങളുടെ അവശ്യ സാധനങ്ങൾക്ക് 1 രൂപ പോലും വില കയറ്റില്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന പ്രധാനമന്ത്രി പോലും നമ്മുടെ ഇന്ത്യയിൽ മന്ത്രിമാരില്ല, നട്ടലുള്ള ഭരണകർത്താക്കന്മാരില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കെട്ടിട നിർമ്മാണ മേഖല അത് നശിക്കും. കാരണം കെട്ടിട നിർമ്മാണത്തിന് വരുന്ന സിമെന്റിനും കമ്പിക്കും വില കൂടും. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭക്ഷ്യവസ്തു കൊണ്ടിരുന്ന ചരക്ക് മേഖലയാണ് ട്രക്ക് മേഖല. അതുകൂടാണ്ട് മെയിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട്, അത് KSRTC ആവാം, അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളാവാം. ഇപ്പം മിനിമം ചാർജ് 30 രൂപയാണെന്ന് വെച്ചോളൂ. ഈ പെട്രോളിനൂടി ഒന്ന് വില കൂടിക്കഴിഞ്ഞാൽ മിനിമം ചാർജ് എത്ര വരും? അതിനെ നമുക്ക് എത്രയിൽ പിടിച്ചു നിർത്താൻ പറ്റും? ഇതിനൊന്നും അടിയന്തര യോഗം ചേരാനോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ കേന്ദ്ര സർക്കാരുകളോ ഇടപെടുന്നില്ല എന്നുള്ള ഖേദകരമായിട്ടുള്ളൊരു വാക്കാണ് ഇതിനെ നമുക്ക് കാണാം. കാരണം ഇത് എന്നെ മാത്രം ബാധിക്കും. എൻ്റെ രാജ്യത്തിൽ അതിദാരിദ്ര്യത്തിലേക്ക് ശ്രീലങ്കമായിട്ടുള്ള ഒരു രാജ്യമായി തീരാണ്ടിരിക്കാൻ എൻ്റെ ഗവൺമെൻറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ഇതിന് ഇടപെടണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന ടോൾ, ഇപ്പോൾ നമ്മളെ NH66, ഈ NH66 വരാൻ പോകുന്ന ടോൾ 13 ടോളാണ് മംഗലാപുരം താൽപ്പാടി തൊട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം വരെ വരുന്നത്. ഈ 13 ടോളിൽ ഓരോ ടോളിൽ 4000 റുപ്യ, 400 റുപ്യ, 370 റുപ്യ, 270 റുപ്യ വെച്ചിട്ട് ഓരോ വണ്ടികൾക്കും ഓരോ റേറ്റിലാണ് പോകുന്നത്. അത് നമുക്ക് മാറ്റിയെടുത്തു. അത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വലിയ വിഷയം എന്താ വെച്ചാൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് ഒക്കെ ബ്ലോക്ക് ആവാൻ വേണ്ടി ഇപ്പൊ നിന്ന് കഴിഞ്ഞു. അതിൽ കുറെ തൊഴിലാളികൾ പാവം ഉപജീവന മാർഗം, അതായത് ട്രക്കുകൾ കണ്ടെയ്നർ ഓട്ടി നടക്കുന്ന എക്സ്പോർട്ടിങ്ങിന് നടക്കുന്ന ട്രക്കുകൾ സൈഡാക്കേണ്ടി വന്നു. അതിൽ വരുന്ന നഷ്ടം ഇന്ധനം അടിക്കുമ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കിട്ടുന്ന ടാക്സ് മുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഓടുന്ന ഡ്രൈവർ ഇനി വേറൊരു ജോലിക്ക് പോകാൻ പറ്റൂല. ആ ഒരു സ്ഥാപനത്തിൽ ഒരു എക്സ്പോർട്ടിങ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 25 തൊഴിലാളികളുണ്ടാവും. ഈ 25 തൊഴിലാളികൾ എങ്ങനെയാണ് ഇനി അടുത്ത ജീവിതം മാർഗം കണ്ടെത്തേണ്ടത് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ കേന്ദ്ര സർക്കാർക്കോ ഇല്ല. കാരണം ഇത് കെട്ടിപ്പൊക്കിയ ഓരോ എക്സ്പോർട്ട് ലൈസൻസ് എടുത്ത ഓരോ തൊഴിൽ ഉടമസ്ഥന്മാരും വലിയൊരു ബാധ്യതയിലേക്ക് കാലും വിരലും ചൂണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ യുദ്ധം പുറപ്പെട്ടിട്ടും എൻ്റെ കേന്ദ്ര സർക്കാർ ഈ ഒരു ഇടപാടിനോ അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഒരു ചർച്ച പോലും ഇസ്രായേലുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടോ നടത്തണില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം
സർക്കാരിനെ താങ്ങുന്ന ചാണകങ്ങളെ നിങ്ങളാണിത് പറയേണ്ടത്, ഞാനല്ല. വേറെ വലിയ വിഷയമുണ്ട്. അതായത് നമ്മുടെ സർക്കാർ പറഞ്ഞ 70 ദിവസമുള്ള കരുതൽ ഇന്ധനം നമ്മുടെ അതൊരു കയ്യിൽ. കാരണവശാലും എടുക്കാൻ അല്ല, പറ്റില്ല. ഒരു മിനിറ്റ്, ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം 70 ദിവസം താങ്ങാനുള്ള ഇന്ധനം ഞങ്ങൾക്കുണ്ട്. കരുതൽ ഇന്ധനം കേട്ടോ, അതായത് സാധാരണ കൊടുക്കാനുള്ള ഇന്ധനം 70 ദിവസം ഞങ്ങളുടെ കയ്യിൽ. അത് ആഭ്യന്തര കലാപങ്ങളോ എത്രയും പെട്ടെന്ന് തന്നെ ആഭ്യന്തര കലാപങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതൊരു വശത്ത് നിൽക്കേ, ബാക്കിയുള്ള എണ്ണ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങള് CNG അടക്കം കിട്ടില്ല എന്നുള്ള സാധനം സ്റ്റേറ്റ്മെന്റ് ഗ്യാസ് പ്ലാന്റ് അടിച്ചു. അതേ സമയത്താണ് ഈ സംഭവം പേടിപ്പിക്കുന്നത്. 70 ദിവസം താങ്ങാനുള്ള ഇന്ധനം, കരുതൽ ഇന്ധനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഇന്ത്യ ജനങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ഭീതിപ്പെടേണ്ട, നിങ്ങൾ ഭീതിയിലിരിക്കേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്കൊരു പോയിന്റ് പോലും വിലവർധന ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ വരുന്നേ ഇല്ല. അത് ശരിക്കും കരിഞ്ചന്തൊക്കെ പൂത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റോക്കിലുള്ള എണ്ണനെ വില കുറച്ച് കിട്ടി, ഇനി കിട്ടുന്ന എണ്ണനെ വില കൂട്ടിയിട്ട് വേണം മേടിക്കണം. മറ്റു രാജ്യങ്ങളൊക്കെ 3 മാസം 4 മാസം സമയമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ എന്താണ് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുന്നത്. വെറും 70 ദിവസത്തെ സ്റ്റോക്ക്. അപമാനക്കേട് എന്ന് പറയുന്നതിനെക്കാട്ടും ഇതിനെ അങ്ങനെ വിശദീകരിക്കാൻ പറ്റും. കാരണം ഈ 70 ദിവസത്തെ എണ്ണ എടുത്ത് നമ്മൾ യൂസ് ചെയ്ത നമ്മളുടെ ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് നമ്മളെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഏത് നിമിഷം എന്തിനും തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത്. എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? നമുക്ക് ഇന്ധനം അല്ലാണ്ട് നമ്മളെ ട്രക്കുകൾ അല്ല, ഇന്ധനം വാങ്ങും എന്ന് പറയുന്നുണ്ട് റഹ്മാൻ. അതായത് തൊട്ടടുത്ത് നമ്മളെ കടൽ തീരത്ത് നിർത്തിയിട്ട വണ്ടിയിൽ നിന്നൊക്കെ അല്ല കപ്പലിൽ നിന്നൊക്കെ അത് കിട്ടുകയോ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതെങ്ങനെ വേറെ രാജ്യത്തേക്ക് ബില്ലായി പോകുന്ന സാധനത്തിന് ഡബിൾ വില കൊടുത്തിട്ട് നമ്മളെ രാജ്യം പഠിക്കുമ്പോൾ ആ എണ്ണന്റെ വില നമ്മളെ രാജ്യത്ത് ബാധിക്കും. ജനങ്ങളെ തലയിലേക്ക് അത് വീണ്ടും അടിച്ചിറക്കും. ഇതൊക്കെ പൊട്ടത്തരമായിട്ടുള്ള ഭരണകർത്താക്കന്മാർ ഭരിക്കുന്ന തുക്ലക്ക് ഭരണങ്ങളായിട്ട് അതിനൊക്കെ കാണാൻ. തീർച്ചയായും ഇത്തരം രീതിയിലേക്കുള്ള വീഡിയോ പങ്കുവെക്കുന്നത് അലേർട്ടായിട്ടിരിക്കുക. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള എന്റെ സഹോദരന്മാരായിട്ടുള്ള ഡ്രൈവർമാരോടൊക്കെ ഈ റഹ്മാൻ പത്രിപ്പാൽ അടക്കം ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ പേര് പറഞ്ഞ് വ്യാപാരികൾ ഒരിക്കലും സാധാരണക്കാരനെ കൊള്ളടിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് ഡീസൽ വർധനവ് വന്ന 1000 രൂപ ഡീസലിന് വർധനവ് ഞങ്ങൾക്ക് വാടക വർദ്ധിക്കുന്നുണ്ടെങ്കിൽ 1300 റുപ്യ ഞങ്ങൾക്ക് കൂടുതലായിട്ട് മേടിക്കേണ്ടത്. കാരണം 1000 റുപ്യ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ 200 റുപ്യ ഡ്രൈവറിന് കൊടുക്കണം, 100 റുപ്യ കമ്മീഷൻ ഏജന്റിന് കൊടുക്കണം, 1300 റുപ്യ വർദ്ധിക്കും. ഇങ്ങനെ ഓരോ വർധനവും വന്ന് ചേരുന്നത് സാധാരണക്കാരായ നമ്മളുടെ മണ്ടക്ക് തന്നെയാണ് എന്നുള്ളത് സ്വയബോധം തിരിച്ചറിവാണ് നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണുന്നത്. എല്ലാ സഹപ്രവർത്തകരും ചോദിക്കണം, നമ്മളെ രാജ്യത്ത് വിലക്കയറ്റം വരുമോ ഇല്ലയോ, ഇതിനെ പറ്റിയിട്ടൊന്ന് ചർച്ച ചെയ്യണം. അല്ലാണ്ട് ഇസ്രായേലും അമേരിക്കയും പാടെ ഇറാനെ തടിക്കുമ്പോൾ അവിടെ കുറേ പോയിട്ട് കമൻ്റ് ഇട്ടിട്ട് തലയിൽ ചാണകവും കയറ്റി നടക്കുന്ന ചാണകവാദികളെ ഈ രാജ്യത്ത് വരാൻ പോകുന്ന ദാരിദ്ര്യം, അതായത് ഗ്യാസ്, ഈ CNG ഗ്യാസ് കിട്ടാണ്ട് വന്നതിനാൽ ഓരോ കുടുംബങ്ങളും എങ്ങനെ അടുപ്പ് കത്തിക്കും, എങ്ങനെ ഭക്ഷണം വെച്ചുണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മളെ രാജ്യത്ത് നിന്ന് കയറ്റിവിടുന്ന സാധനം നമ്മളെ രാജ്യത്ത് എത്ര കോടി റുപ്യ നഷ്ടം വരും. ഇപ്പം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇറാനിൽ എത്ര $1 മില്യൺ ഇറക്കിയിട്ടുണ്ട്. 2016 തൊട്ടിട്ട് 2026 വരെ ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ നികുതി പണം എത്ര കോടി കൊണ്ടുപോയിട്ട് നിക്ഷേപണം നടത്തിയിട്ടുണ്ട്. ആ രാജ്യത്ത് ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മളെ പ്രധാനമന്ത്രി പോലും ആ രാജ്യത്തിൻ്റെ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കേണ്ട സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയാണ് പ്രതിഷേധിക്കുന്നത്. ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിലേ വലിയ രീതിയിലേക്കുള്ള ഒരു വിലക്കയറ്റം നമുക്ക് സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ പങ്കുവെക്കുന്നത് അലേർട്ടായിട്ടിരിക്കുക സഹോദരന്മാരെ, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.